ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിഷൈൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സൂപ്പർ യൂസ്ഫുൾ ടോപ്പിക്കായിട്ടുള്ള കളർ തിയറിയെക്കുറിച്ചാണ്. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബേസിക് ഐഡിയ ആണ്. നമ്മൾ ക്യൂട്ടായിട്ടുള്ള അമിഗുരുമിയൊക്കെ ചെയ്യുമ്പം കളർ സെലക്ട് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കളർ ചൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് കളർ വീൽ ബേസിക്സിനെ കുറിച്ച് പറയാം. ഓക്കെ, ഫസ്റ്റ് തിങ്, കളർ വീൽ എന്നത് ഒരു ചാർട്ട് പോലെയാണ്. അതിൽ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, യെല്ലോ, ബ്ലൂ ഉണ്ട്. പിന്നെ സെക്കൻഡറി കളേഴ്സ് ആയിട്ടുള്ള ഓറഞ്ച്, ഗ്രീൻ, വയലറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് വരുന്നത്. പിന്നെ ടേർഷ്യറി കളേഴ്സ് ലൈക്ക് ബ്ലൂ, ഗ്രീൻ, റെഡ്, ഓറഞ്ച് അതുപോലത്തെ സ്ലൈറ്റ് ബ്ലെൻഡ് ചെയ്ത ഷെയ്ഡ്സ് വരുന്നത്. യാണിൻ്റെ എക്സാമ്പിൾസ് കാണിക്കുകയാണെങ്കിൽ ഈ റെഡ് യാൻ, ഈ ബ്ലൂ യാൻ, പിന്നെ വാം കളേഴ്സും കൂൾ കളേഴ്സും വരുന്നുണ്ട്. കളർ വീലിൻ്റെ ഒരു സൈഡിൽ വരുന്നതാണ് വാം കളേഴ്സ്, ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നതൊക്കെ കൂൾ കളേഴ്സ്. അതായത് വാം കളേഴ്സിൽ വരുന്നതാണ് റെഡ്, ഓറഞ്ച്, ഒരു ഇമോഷൻ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂൾ കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സ് കാണുന്നില്ലേ ഈ സൈഡിലെ, ഇതൊക്കെ കാം ആൻഡ് സോഫ്റ്റ് ലുക്ക് ഉണ്ടാക്കും. അടുത്ത് നമുക്ക് കളർ ഹാർമണീസിനെ കുറിച്ച് പറയാം. അതായത് ഈ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു കളർ സ്കീം വരുന്നുണ്ട്. അതിൽ വരുന്നൊരു എക്സാമ്പിളാണ് റെഡും ഗ്രീനും. അത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കോംപ്ലിമെൻ്ററി ആണ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് കിട്ടുക. ഇനി അനലോഗസ് എന്ന് പറഞ്ഞൊരു കളർ സ്കീം വരുന്നുണ്ട്. അതിൽ ബ്ലൂ, ടീൽ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സൊക്കെ വരും. കാമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് നന്നായിട്ട് സ്യൂട്ടാവും. ഇനി നമ്മുടെ ട്രയാഡിക് കളർ സ്കീം അതിൽ വരുന്നതാണ് ലൈക്ക് പർപ്പിൾ, ഓറഞ്ച്, ഗ്രീൻ അങ്ങനെയൊക്കെ ഉള്ളത്. ഒരു എല്ലാവരുടെ എനർജിയും ബാലൻസ് ചെയ്യും. പിന്നെ നമ്മുടെ മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഷെയ്ഡിന് തന്നെ പല ഷെയ്ഡ്സ് വരുമല്ലോ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പിങ്ക് ആണെങ്കിൽ പിങ്കിൻ്റെ പല ഷെയ്ഡ്സ്, അതേപോലെ ഒരു കളർ തന്നെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സിൽ, അത് നല്ല ക്ലാസി ലുക്ക് തരും. നിങ്ങളിപ്പോൾ ഇതേപോലെയൊക്കെ മാച്ച് ചെയ്തിട്ടാണ് അമിഗുരുമി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യൂട്ട്നെസ് ലെവൽ വേറെയാവും. ഇനി ഞാൻ മുന്നേ ചെയ്ത ഒരു ഫ്രോക്ക് കാണിക്കാം. ഇതിൻ്റെ ഒരു കളർ നോക്കുകയാണെങ്കിൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സുമാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൽ കുഞ്ഞു ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വയലറ്റിൻ്റെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ലൈലാക്ക് ആ ഒരു ഷെയ്ഡ് എടുത്ത് ഫ്ലവേഴ്സിന് കൊടുത്തു. ഗ്രീൻ ലീവ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാമായിട്ടുള്ളൊരു ലുക്ക് അതിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അമിഗുരുമിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ പിക്ക് ചെയ്യുമ്പം ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഫീല് അതെന്താണെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓറഞ്ചും വൈറ്റും ബ്രൗണും കൊടുക്കാം. ഞാൻ ചില കോമൺ മിസ്റ്റേക്സിനെ കുറിച്ച് പറയാം. ഇപ്പം എല്ലാം ചിലർ ബ്രൈറ്റ് കളേഴ്സ് എടുക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഐസ് ടയേർഡാവും. പിന്നെ ഒരു കോൺട്രാസ്റ്റും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ പേസ്റ്റൽ എടുത്തിട്ട് അതിനൊപ്പം വൈറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ആ ക്യാരക്ടർ ബ്ലെൻഡായി പോവും അതിൽ. പിന്നെ ഒരു പ്ലാനും ഇല്ലാത്ത റാൻഡമായിട്ട് കളറ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഒരു ഓഡ് ലുക്കായിപ്പോവും. സോ സിമ്പിൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കളേഴ്സ് മാക്സിമം, ഒരു പോപ്പ് കളർ അങ്ങനെ ബാലൻസ് ചെയ്യുക. ഇനി നമുക്ക് ടൂൾസിനെ കുറിച്ചും ടിപ്സിനെ കുറിച്ചും പറയാം. ഇപ്പോൾ കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില സിമ്പിൾ ടൂൾസ് പറയാം. ഫസ്റ്റ് വൺ, coolers.co എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം റാൻഡം നൈസ് കളർ പാലറ്റ്സ് ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കാം. നെക്സ്റ്റ്, പിൻട്രസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഇപ്പോൾ ക്യൂട്ട് പേസ്റ്റൽ പാലറ്റ് എന്നോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ പാലറ്റ് അത് അതിലടിച്ചു കൊടുത്താൽ മതി. സൂപ്പർ നൈസ് കളർ കോമ്പിനേഷൻസ് കിട്ടും. പിന്നെ ഒരു സ്മോൾ ടിപ്പ്, നിങ്ങൾ യാണൊക്കെ ഓർഗനൈസ് ചെയ്യുമല്ലോ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം കളർ ഫാമിലിയിൽ വരുന്ന കളേഴ്സിനെ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കോംബോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
ഇതിപ്പോൾ ക്രോഷറ്റിന് മാത്രമല്ല, അല്ലാതെ ആർട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ജേർണലിങ് ചെയ്യുന്നവരും, അവർക്കും ഇത് യൂസ്ഫുള്ളാണ്. ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ കോംബോസ് എന്താണെന്ന് കമൻറ്റിൽ പറയണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നതാണ് ഈ ഒരു കളർ തിയറി ബേസ് ചെയ്ത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. പിന്നെ നിങ്ങളുടെ ക്രോഷറ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണേ.